ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മലബാർ സ്പെഷ്യൽ സ്നാക്കായിട്ടുള്ള ഏലാഞ്ചിയാണ്. ഈ ഒരു സ്നാക്കിന് വേറെയും കുറേ പേരുണ്ട്. മടക്ക് സാൻ, ലവ് ലെറ്റർ, പാലാട, അങ്ങനെ പല പേരാണ് പല നാട്ടിലും. അതുപോലെ തന്നെ ഇതിൽ വെക്കുന്ന ഫില്ലിങ്ങിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ഏലാഞ്ചി തയ്യാറാക്കുന്നതെന്ന് കാണാം. ആദ്യം മൈദയുടെ ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് ഫസ്റ്റ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി ഒരു കോഴിമുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൈദ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ മൈദ അടിയിൽ മിക്സിയുടെ പ്ലേറ്റിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഇപ്പോൾ ഇവിടെ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു സമയത്തും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു ഏലാഞ്ചിക്ക് നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ആ ഒരു മൈദയുടെ ഒരു ക്രീമിഷ് കളർ മതി എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഒരുപാട് നേരം ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ആവുന്നത് വരെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ മതിയാവും. ഈ ഒരു ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് ജസ്റ്റ് ഒന്ന് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ബ്ലെൻഡ് ചെയ്താൽ മതിയാവും. നോക്കൂ, ഇവിടെ ഇപ്പോൾ മിക്സിയുടെ ബ്ലേഡിലൊന്നും ഒട്ടും മൈദ ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ മൈദ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ തയ്യാറാക്കേണ്ടത്. ഒരുപാട് ലൂസായിട്ടുമില്ല, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. ഇനി ഇവിടെ ഒരു ദോശത്തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തവ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഓരോ തവി വീതം ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു ദോശ ചുട്ടെടുക്കാം. പിന്നെ ഈ ഏലാഞ്ചിക്ക് വേണ്ടിയിട്ടുള്ള ദോശ ചുട്ടെടുക്കുമ്പോൾ ഒരുപാട് വലിപ്പത്തിൽ ചുട്ടെടുക്കണമെന്നില്ല. ഈ ഒരു ഇടത്തരം വലിപ്പത്തിൽ ചുട്ടെടുത്താൽ മതിയാവും. ഈ ഒരു സൈസിലൊക്കെ മതിയാവും. ഇപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗം കുക്കായെന്ന് മനസ്സിലാവാൻ ഇതുപോലെ ഇതിൻ്റെ എഡ്ജസ് പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഈ ഒരു ദോശനെ മറിച്ചിട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതിനെ തിരിച്ചിട്ട് കൊടുത്ത് ആ ഒരു സൈഡും കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിനേക്കുള്ള ദോശ ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്ത് ക്രിസ്പി ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും ജസ്റ്റ് ഒന്ന് കുക്കായെന്ന് കാണുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ടും ദോശ ചുട്ടെടുക്കുക. ഓരോ തവി വീതം മാവ് ഈ ഒരു തവയിലേക്ക് ഒഴിച്ച് ചുറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു സൈഡ് കുക്കായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു സൈഡും കുക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിരുന്നു. പാൻ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ കാഷ്യൂ നട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് യൂസ് ചെയ്യാം. ഇനി ഈ ഒരു നട്ട്സിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് വരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കിസ്മിസിൻ്റെയും നട്ട്സിൻ്റെയും ഒക്കെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മിക്സഡ് നട്ട്സായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് റോസ്റ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം ഇതിലേക്ക് നന്നായി പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം, ഇവിടെ ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവും നാരൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് ഞാൻ ഈ ഒരു നട്ട്സിലേക്ക് ഈ ഒരു പഴത്തിന് ഇങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളെടുക്കുന്ന പഴം അധികം പഴുത്തതല്ല എന്നുണ്ടെങ്കിൽ പഴം ഒന്ന് പുഴുങ്ങിയെടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് ഉടച്ചിട്ട് ഫില്ലിങ്ങിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ പഴത്തിൻ്റെ പീസസ് അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഏലാഞ്ചി ചുരുട്ടിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇപ്പോൾ പഴം നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുമ്പോൾ തന്നെ സോഫ്റ്റായിട്ട് ഈ ഒരു നട്ട്സിൻ്റെ കൂടെ ഇത് ഉടഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ തേങ്ങ നല്ലതുപോലെ ഒന്ന് പഴത്തിലേക്ക് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സമയം തന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു കോഴിമുട്ട 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കി പൊരിക്കുക. എന്നിട്ട് അതും ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ പഴവും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയും തേങ്ങയും നട്ട്സും മാത്രം ഫില്ലിംഗ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ചേർത്ത് കൊടുത്ത പഞ്ചസാര മെൽറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്ത പഞ്ചസാര കംപ്ലീറ്റ് മെൽറ്റായി അതെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫില്ലിങ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഏലാഞ്ചി ഓരോന്നായിട്ട് റോൾ ചെയ്തെടുക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ദോശയിൽ നിന്ന് ഓരോന്നായിട്ട് എടുക്കാം. ഈ ഒരു ദോശയ്ക്ക് ഒരു സൈഡ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറും ഒരു സൈഡ് കുറച്ച് ഫെയ്ഡ് ആയിട്ടുള്ള കളറും ആയിരിക്കും. അപ്പോൾ ബ്രൈറ്റ് ആയിട്ട് വരുന്ന ഭാഗം ഇതുപോലെ താഴത്തേക്ക് വരുന്ന രീതിയിൽ പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ട് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏലാഞ്ചി ചുരുട്ടിയെടുക്കുമ്പോൾ ആ നല്ല കളറുള്ള ഭാഗം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്ങൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ അളവിലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു 2 അറ്റം ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ദോശയിലും ഫില്ലിങ് ആഡ് ചെയ്തിട്ട് ചുരുട്ടിയെടുക്കാം. സാധാരണ ഏലാഞ്ചി ഇതുപോലെ ഒന്ന് ഫില്ലിങ് കൊണ്ട് വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാറുള്ളൂ. പക്ഷെ അങ്ങനെ ആകുമ്പോൾ കഴിക്കുന്ന ടൈമിൽ ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അകത്തേക്ക് മടക്കിയതിന് ശേഷം ഫുള്ളായിട്ട് ചുരുട്ടിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ 2 അറ്റം ഇതുപോലെ ക്ലോസ് ആയിട്ടിരിക്കും. ഒട്ടും ഫില്ലിങ് പുറത്തേക്ക് വരില്ല. ഇനി ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഏലാഞ്ചി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഇപ്പോൾ കംപ്ലീറ്റ് ഏലാഞ്ചി റോൾ ചെയ്തെടുത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ കുറച്ച് നെയ്യിൽ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് കാണാം. ഇതിന് വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മതിയാവും കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടർ ഒന്ന് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഏലാഞ്ചി ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ആക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് നേരമൊന്നും ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള നെയ്യ് ഒന്ന് ഏലാഞ്ചിയുടെ പുറത്ത് കംപ്ലീറ്റ് ഒന്ന് ആവാൻ വേണ്ടി മാത്രമാണ്. ഈ ഏലാഞ്ചിയുടെ എല്ലാ ഭാഗത്തേക്കും നെയ്യാവുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സമയത്ത് ഞാനിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ള എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. പക്ഷേ ഈ ഒരു രീതിയിൽ നെയ്യിലൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ വെള്ള എള്ളൊക്കെ ചേർത്തിട്ട് ഏലാഞ്ചി സെർവ് ചെയ്യുന്ന ടൈമിൽ നെയ്യിൻ്റെ നല്ലൊരു മണക്കായിട്ട് കുറച്ചുകൂടിയും കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതുപോലെ തന്നെ കാണാനും കുറച്ചുകൂടി ഭംഗിയായിരിക്കും. ഇനി ഈ ഒരു രീതിയിൽ തന്നെ ബാക്കിയുള്ള ഏലാഞ്ചിയും ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ തന്നെ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഓരോ ഏലാഞ്ചിയായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ള എള്ളും അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നെയ്യും ഈ ഒരു ചേർത്ത് കൊടുത്തിട്ടുള്ള വെള്ള എള്ളും ഏലാഞ്ചിയുടെ എല്ലാ ഭാഗത്തേക്കും ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ മലബാർ സ്പെഷ്യൽ സ്നാക്കായ ഏലാഞ്ചി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഈ ഒരു രീതിയിൽ ഏലാഞ്ചി തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഇനാബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും നല്ല റെസിപ്പീസായിട്ട് കാണുന്നതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.